2008 സെപ്റ്റംബർ മാസം ലീമൻ ബ്രദേഴ്സ് ബാങ്കിന്റെ തകർച്ചയോടെ അമേരിക്കൻ ചരിത്രം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം ദി ഗ്രേറ്റ് റിസഷൻ അതിന്റെ പാരമ്യത്തിലെത്തുന്നു. ലോക GDP പോലും പിടിച്ചുലയ്ക്കും വിധം ശക്തമായിരുന്നു ആ മാന്ദ്യം. 10% ജനങ്ങൾക്ക് ലോകവ്യാപകമായി ജോലി നഷ്ടപ്പെട്ടു. നിരവധി കമ്പനികൾ തകർന്നടിഞ്ഞു. 2008 സ്പേസ് എക്സിന്റെ 3 റോക്കറ്റ് ലോഞ്ചുകളും സമ്പൂർണ്ണമായും പരാജയപ്പെട്ട് തകർച്ചയുടെ വക്കിലായിരുന്നു ഈലോൺ മസ്ക്. ഭാര്യയായ ജസ്റ്റിനിൽ നിന്നും വിവാഹമോചനത്തിന്റെ നോട്ടീസ് ലഭിച്ച പ്രതിസന്ധിയുടെ സമയമാണ്. ഇതേ സമയത്ത് തന്നെയാണ് ഈലോൺ മസ്ക് പ്രധാന നിക്ഷേപകനായിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാനായിട്ടുണ്ടായിരുന്ന ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ല മോട്ടോഴ്സ് പരാജയത്തിലേക്ക് നടന്നെടുക്കുന്നത്. നിരവധി സിഇഒമാരെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും ടെസ്ല മോട്ടോഴ്സിന് രക്ഷയുണ്ടായിരുന്നില്ല. ഒടുവിൽ സാക്ഷാൽ ഇലോൺ മസ്ക് തന്നെ ടെസ്ല മോട്ടോഴ്സിന്റെ സിഇഒ ആയി സ്ഥാനമേറ്റെടുക്കുന്നു. പിന്നീട് സംഭവിച്ചത് അത്ഭുതങ്ങളാണ്. തന്റെ ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ വാഹന നിർമ്മാണ കമ്പനികളിൽ ഒന്നായി, $1 ട്രില്യൺ മൂല്യമുള്ള കമ്പനിയായി അദ്ദേഹം ടെസ്ല മോട്ടോഴ്സിനെ മാറ്റിയെടുക്കുന്നു. എന്നാൽ എങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത് സാധിച്ചത്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് ടെസ്ല മോട്ടോഴ്സിന്റെ കഥയാണ്. ഈലോൺ മസ്കിന്റെ ധൈര്യത്തിന്റെയും ധീരതയുടെയും ദീർഘവീക്ഷണത്തിന്റെയും യഥാർത്ഥ കഥ. നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട കഥയാണ്. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. 1890കളിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിലേക്ക് എത്തി തുടങ്ങുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ മൈലേജ് കുറവായിരുന്നു, സ്പീഡ് നല്ല കുറവായിരുന്നു. ബാറ്ററികൾ പെട്ടെന്ന് കേടായി പോകുന്നത് കൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് നല്ല കൂടുതലായിരുന്നു. ഇതിനൊരു പരിഹാരം എന്ന വണ്ണം ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങൾ വിപണിയെ കീഴടക്കുകയാണ്. ഏതാണ്ട് 100 വർഷം മുമ്പുള്ള കാര്യമാണ്. 100 വർഷം തൊട്ട് ഏതാണ്ട് 10-25 വർഷം മുമ്പ് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിപണിയിൽ പൂർണ്ണമായിട്ടും ഉള്ളത് പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടും ഇലക്ട്രിക് വാഹനങ്ങൾ തിരിച്ചു വരേണ്ടത് ഒരു അനിവാര്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ആധുനിക കാലത്ത് 1996 ഇലക്ട്രിക് വാഹനങ്ങൾ മാസീവായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പദ്ധതി ജനറൽ മോട്ടോഴ്സ് കൊണ്ടുവരികയാണ്. EV1 എന്ന പേരിൽ ഒരു ഇലക്ട്രിക് വാഹനം അവർ ഉണ്ടാക്കുകയാണ്. 1100ഓളം യൂണിറ്റുകളാണ് ആ കാലഘട്ടത്തിൽ അവർ നിർമ്മിക്കുന്നത്. എന്നാൽ ഇതൊരു പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. 2002 ആയപ്പോൾ നിർമ്മിച്ച വാഹനങ്ങളെല്ലാം തന്നെ വ്യാപകമായി അവർ തന്നെ നശിപ്പിച്ച് കളയുകയാണ്. ജനറൽ മോട്ടോഴ്സ് എന്ന വലിയ കമ്പനി പോലും ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മറ്റ് കമ്പനികൾക്ക് അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ ഒരു പ്രതിസന്ധി രൂപപ്പെടുകയാണ്. എന്നാൽ 2003 ടെസ്ല മോട്ടോഴ്സ് എന്നൊരു കമ്പനി സ്ഥാപിക്കപ്പെടുകയാണ്. മാർട്ടിൻ എബർഹാർഡ്, മാർക്ക് ടാപ്പനിങ് എന്നീ സിലിക്കൺ വാലി എഞ്ചിനീയേഴ്സ് ആണ് ടെസ്ല മോട്ടോഴ്സ് സ്ഥാപിക്കുന്നത്. 1990 ഈ 2 എഞ്ചിനീയേഴ്സും കണ്ടുമുട്ടിയത്. ഇവർക്ക് തമ്മിൽ ഒരുപാട് സമാനതകൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും കൂട്ടുകാരായി നിരവധി സംരംഭങ്ങൾ തുടങ്ങുകയാണ്. അതിൽ ഏറ്റവും ഹിറ്റായത് ഒരു ബുക്ക് പ്ലാറ്റ്ഫോം ആയിരുന്നു. എന്നാൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിക്കണം എന്ന ആഗ്രഹം രണ്ടുപേർക്കും ഉണ്ടാകുമ്പോൾ ഈ കമ്പനി ഇവർ വിൽപ്പന നടത്തുകയാണ്. നിസാരമായ തുകയ്ക്കല്ല, $187 മില്യൺ ആ കമ്പനി അവർ വിൽപ്പന നടത്തുന്നത്. അതിനുശേഷം 2003 ടെസ്ല മോട്ടോഴ്സ് എന്ന സ്ഥാപനം ഇവർ സ്ഥാപിക്കുകയാണ്. അതായത് 2002 GM മോട്ടോഴ്സ് തങ്ങളുടെ ഇലക്ട്രിക് കാറുകളെല്ലാം നശിപ്പിച്ചു കളയുന്നത്. ഈ സമയത്ത് ധൈര്യപൂർവ്വം 2003 ഇതേ രംഗത്തേക്ക് പ്രവേശിക്കാൻ 2 ചെറുപ്പക്കാർ തയ്യാറായിരിക്കുന്നു. 2004 ആയ സമയത്ത് ഇവർ ഈ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. IPO ചെയ്യുന്നില്ല, പക്ഷേ ഇനീഷ്യലായിട്ട് ഫണ്ട് സ്വരൂപിക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുകയാണ്. ഇങ്ങനെയൊരു ശ്രമം ഈ 2 ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആ സമയത്ത് തന്നെ വളരെയധികം ഹിറ്റായിരുന്ന ഇലോൺ മസ്ക് ഇതിലേക്ക് നിക്ഷേപം നടത്താൻ തയ്യാറാവുകയാണ്. ആകെ ആ കമ്പനിക്ക് അക്കാലഘട്ടത്തിൽ സ്വരൂപിക്കാൻ സാധിച്ചത് $7.5 മില്യൺ ആയിരുന്നു. എന്നാൽ ഇലോൺ മസ്ക് മാത്രം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് $6.5 മില്യൺ ആയിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ഓഹരികൾ സ്വന്തമാക്കുന്നത് ഇലോൺ മസ്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാനായി മാറാൻ ഇലോൺ മസ്കിന് സാധിക്കുകയാണ്. രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇലോൺ മസ്കിന്റെയും ഈ കമ്പനി സ്ഥാപിച്ചവരുടെയും ലക്ഷ്യം ഒന്നു തന്നെയായിരുന്നു. പെട്രോൾ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് നല്ലതും ഓടിക്കാൻ സുഖമുള്ളതും വേഗതയേറിയതും ഇലക്ട്രിക് കാറുകൾ തന്നെയാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം. 2022 അവസാനത്തോടെ ഗ്ലോബൽ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ് $61.65 ബില്യൺ ആവുമെന്നും വെറും 5 വർഷം കൊണ്ട് അത് ഇരട്ടിയിലധികമായി $131.37 ബില്യൺ ആവുമെന്നും സ്റ്റാറ്റിസ്റ്റ കണക്കാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാക്കാൻ പോകുന്നത് ടെസ്ല തന്നെയാണ്. ടെസ്ലയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ 2006 റോഡ്സ്റ്റർ എന്ന പേരിൽ ഒരു EV പുറത്തിറക്കാൻ ഇവർ തീരുമാനിക്കുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ ഔട്ട്ലുക്ക് പുറത്തേക്ക് വരികയാണ്.
എന്നാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് 2008 ആയപ്പോൾ ഇവർ ആദ്യത്തെ കാറ് പുറത്തേക്ക് ഇറക്കുകയാണ്. എന്നാൽ അതിനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് മാറ്റിവെച്ചത് $25 മില്യൺ ആയിരുന്നു. പക്ഷേ പ്രൊഡക്ഷൻ കഴിഞ്ഞ സമയത്ത് അതിൻ്റെ 5 ഇരട്ടിയിലധികമായി $140 മില്യൺ ആണ് അവർക്ക് ആകെ ചിലവ് വന്നത്. ആകെ കാറുകൾ നിർമ്മിക്കാൻ 25 മില്യൺ ആണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ 140 മില്യൺ ആയിരിക്കുന്നു. കമ്പനി എന്തായാലും പ്രതിസന്ധിയിലാണ്. അത് കൂടാതെ 2008 ഈ പ്രൊഡക്ഷൻ നടക്കുന്നത്. 2008 എന്ന് പറയുന്ന വർഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. 2008 അമേരിക്കയിൽ റിസഷൻ അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത്. സാമ്പത്തിക മാന്ദ്യമാണ്. ലോകമാകമാനം എല്ലാവരുടെയും ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ കയ്യിൽ പണമില്ലാതെ വരികയാണ്. ഇലോൺ മസ്ക് എന്ന കമ്പനിയുടെ പ്രധാന ഇൻവെസ്റ്റർക്കും ആ വർഷം വളരെ പരാജയത്തിൻ്റെതായിരുന്നു. സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ റോക്കറ്റുകളെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി പരാജയപ്പെടുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇലോൺ മസ്കിന് ഈ പരാജയങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭാര്യയുമായി ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടെല്ലാം തന്നെ ഇലോൺ മസ്ക് ആകെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ടെസ്ലയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ സിഇഒമാരെ മാറ്റിക്കൊണ്ടിരിക്കണം. അവർ നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയാണ്. എന്നാൽ ഒന്നും തന്നെ വിജയിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് 2008 ഇലോൺ മസ്ക് ടെസ്ലയുടെ സിഇഒ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ആ കമ്പനി മൂലം താൻ രക്ഷപ്പെടുമെന്നും അതാണ് ഭാവിയെന്നും ഇലോൺ മസ്ക് ആ സമയത്ത് ഉറച്ചു വിശ്വസിക്കുകയാണ്. മസ്ക് എന്തായാലും സിഇഒ സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് കമ്പനി നല്ല പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് കമ്പനിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നത് 25% പേരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു. അധികമായി ശമ്പളം കൊടുത്താൽ കമ്പനി തകരും എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൂടാതെ ഗ്ലോബൽ റിസഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കമ്പനിക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നതല്ല. 25% പേരെ ആദ്യം തന്നെ പിരിച്ചുവിടുന്നു. അതിനുശേഷം കമ്പനിയുടെ നിക്ഷേപം വർദ്ധിപ്പിക്കണം, കമ്പനിയുടെ മൂല്യം വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹം മറ്റ് പല സ്ഥലത്തായി നിക്ഷേപിച്ച തുകകളെല്ലാം പിൻവലിച്ച് $40 മില്യൺ അദ്ദേഹം ടെസ്ലയിൽ നിക്ഷേപിക്കുകയാണ്. അതുകൂടാതെ $465 മില്യൺ ആണ് അദ്ദേഹം അമേരിക്കൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും കടമെടുത്ത് ഈ കമ്പനിയിൽ നിക്ഷേപിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ ബിസിനസ് ബന്ധങ്ങൾ ഉപയോഗിച്ച് നിരവധി ആളുകളിൽ നിന്നും അദ്ദേഹം ഫണ്ട് സ്വരൂപിക്കുകയാണ്. അങ്ങനെ റോഡ്സ്റ്റർ എന്ന കാറ് വിപണിയിലേക്ക് ശക്തമായി തിരിച്ചിറക്കാൻ തന്നെ അദ്ദേഹം തീരുമാനത്തിലെത്തുന്നു. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുകയാണ്. ഈ കാറുകൾ വിപണിയിലേക്ക് ഇറക്കിയപ്പോൾ ഇലോൺ മസ്കിന്റെ മുന്നിലുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു. എണ്ണം കുറവാണ്, വില നല്ല കൂടുതലായിരിക്കണം. ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപയാണ് ഈ കാറിന്റെ വില. പണം ഒരു പ്രശ്നമല്ലാത്ത ആളുകൾ മാത്രം ഈ കാറുകൾ വാങ്ങിയാൽ മതി എന്ന് അദ്ദേഹം തീരുമാനത്തിലെത്തുകയാണ്. എണ്ണം കുറവാണ്, എന്നാൽ അതിസമ്പന്നരാണ് ഇത് മേടിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ലാഭം കൂടും. ഈ ലാഭം ഉപയോഗിച്ച് ഭാവിയിൽ കൂടുതൽ റിസർച്ചുകൾ നടത്തി കൂടുതൽ മാറ്റങ്ങൾ വരുത്തി വില കുറഞ്ഞ കാറുകൾ സാധാരണക്കാർക്ക് വേണ്ടി റോഡിൽ ഇറക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ലിഥിയം അയോൺ 1865 എന്ന ബാറ്ററി ആയിരുന്നു ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവർ സ്വന്തമായിട്ട് ബാറ്ററി നിർമ്മിച്ചിരുന്നില്ല. മറ്റ് വലിയ കമ്പനികളിൽ നിന്നും ബാറ്ററി മേടിച്ച് അത് കാറുകളിൽ ഘടിപ്പിച്ചായിരുന്നു ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2010 ടെസ്ല മോട്ടോഴ്സ് IPO ചെയ്യാണ്. 226 മില്യൺ റേസ് ചെയ്യാൻ ആ സമയത്ത് ടെസ്ല മോട്ടോഴ്സിന് സാധിക്കുന്നുണ്ട്. 2010 ആയപ്പോഴേക്കും റിസഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2012 പുതിയൊരു മോഡൽ കാർ പുറത്തിറക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയാണ്. റോഡ്സ്റ്റർ കാറുകളെ അപേക്ഷിച്ച് പകുതി വിലയ്ക്കാണ് ആ കാറുകൾ വിപണിയിലേക്ക് എത്തുന്നത്. മോഡൽ S എന്നായിരുന്നു ആ കാറിന്റെ പേര്. ടെസ്ലയുടെ മോഡൽ S വെറുതെ അങ്ങ് വിപണിയിലേക്ക് ഇറങ്ങുകയായിരുന്നില്ല. ഈ മോഡൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അമേരിക്കയിലും യൂറോപ്പിലും ഉടനീളം സൂപ്പർ ചാർജേഴ്സ് എന്ന പേരിൽ ടെസ്ലയുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ ആദ്യമേ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, പെട്രോൾ പമ്പുകൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് വണ്ടിയെടുത്ത് പോവാൻ നമുക്കൊരു ധൈര്യമാണ്. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ആദ്യം പേടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വണ്ടി എവിടെയെങ്കിലും നിന്നുപോയാൽ എന്തു ചെയ്യും. ഈ പേടി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ടെസ്ലയുടെ മോഡൽ S ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇലോൺ മസ്ക് നടപ്പിലാക്കിയത്. റോഡ്സ്റ്ററിൽ ഉപയോഗിച്ചതുപോലെ തന്നെ മോഡൽ എസിലും ഉപയോഗിച്ചിരുന്നത് ലിഥിയം അയോൺ ബാറ്ററിയുടെ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ ബാറ്ററി തന്നെയായിരുന്നു. എന്നാൽ ഇത് എക്സ്പോർട്ട് ചെയ്തെല്ലാമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ജപ്പാനിൽ നിന്നുമെല്ലാം എക്സ്പോർട്ട് ചെയ്താണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പനികൾക്ക് നല്ല പണം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ അടച്ചുകൊണ്ടിരുന്നാൽ കാറിന്റെ വില ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്രോൾ ഡീസൽ വാഹനങ്ങളുമായി കോമ്പീറ്റ് ചെയ്യാൻ ഒരിക്കലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സാധിക്കില്ല. നല്ല വില കൂടുതലാണെങ്കിൽ ആളുകൾ ഒരിക്കലും ആ വാഹനങ്ങൾ മേടിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ബാറ്ററികൾ സ്വന്തമായി നിർമ്മിച്ച് അവരുടെ കാറുകളിൽ ഉപയോഗിച്ചാൽ എന്താണ് എന്ന് ആ സമയത്ത് അവർ ചിന്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്
2012 നിന്നും 2014 ആയപ്പോഴേക്കും ടെസ്ലയുടെ ഗിഗാ ഫാക്ടറി സ്ഥാപിക്കപ്പെടുന്നത്. പിന്നീട് ടെസ്ല നിർമ്മിക്കുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ടെസ്ല തന്നെ സ്വന്തമായി റിസർച്ച് ചെയ്ത് സ്വന്തമായി നിർമ്മിക്കുന്ന ബാറ്ററികളായിരുന്നു. എന്തായാലും മോഡൽ എസ് വിപണിയിൽ നല്ല പ്രതികരണം ഉണ്ടാക്കുകയാണ്. നിരവധി അവാർഡുകളും അവർ വാരിക്കൂട്ടുകയാണ്. 2013 മോട്ടോർ ട്രെൻഡ് കാർ ഓഫ് ദി ഇയർ, 2013 തന്നെ വേൾഡ് ഗ്രീൻ കാർ, ഓട്ടോമൊബൈൽ മാഗസിന്റെ കാർ ഓഫ് ദി ഇയർ ടൈറ്റിൽ, 2012 ടൈം മാഗസിന്റെ ബെസ്റ്റ് 25 ഇന്നവേഷൻ ഓഫ് ദി ഇയർ തുടങ്ങിയ അവാർഡുകളെല്ലാം മോഡൽ എസ് വാരിക്കൂട്ടുന്നു. 2016 മാത്രം മോഡൽ എസിന്റെ 51,000 യൂണിറ്റുകളാണ് വിറ്റഴിയുന്നത്. 2017 ആയപ്പോഴേക്കും നിസാൻ കഴിഞ്ഞാൽ, നിസാന്റെ ഇലക്ട്രോണിക് വെഹിക്കിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിയപ്പെടുന്ന ഇലക്ട്രോണിക് വാഹനം എന്ന പേര് മോഡൽ എസ് സ്വന്തമാക്കുകയാണ്. അതായത് അധിക സമയമൊന്നും ആയിട്ടില്ല, വലിയ പാരമ്പര്യവുമില്ല, എങ്കിലും 2 ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടായിരുന്നു ഇവർ ഈ റെക്കോർഡ് സ്വന്തമാക്കുന്നത്. ഇതിനു മുൻപ് 2015 മോഡൽ എക്സ് വരികയാണ്. മിഡ് സൈസ് ക്രോസ് ഓവർ SUV ആയിരുന്നു മോഡൽ എക്സ്. 5 മുതൽ 7 യാത്രക്കാർക്ക് വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ആ വാഹനങ്ങൾ വിപണിയിലേക്ക് എത്തുന്നത്. വെറും 1 വർഷം കൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും അധികം വിറ്റഴിയപ്പെടുന്ന ഇലക്ട്രോണിക് കാറുകളിൽ 7ാം സ്ഥാനത്തേക്ക് മോഡൽ എക്സ് എത്തിച്ചേരുകയാണ്. 2017 ടെസ്ലയുടെ മോഡൽ 3 പുറത്തേക്ക് വരികയാണ്. ഈ കാറും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കപ്പെടുകയാണ്. കാരണം മുമ്പുള്ള കാറുകളെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിറ്റഴിയപ്പെട്ട കാറുകളാണ്. ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും, അതായത് പുതിയ കാറുകൾ പുറത്തേക്ക് വരുമ്പോഴും അത് കൂടുതൽ റേഞ്ച് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ മൈലേജ് നൽകുന്നുണ്ട്. അതുകൂടാതെ അവരുടെ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം കാർ ഒറ്റയ്ക്ക് ചെയ്യുന്ന, അത് കാർ ഓടിക്കുന്നതടക്കം എല്ലാ കാര്യങ്ങളും കാർ ഒറ്റയ്ക്ക് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. ആളുകൾക്ക് അത് വളരെയധികം ഇഷ്ടമാവുകയാണ്. ഇലക്ട്രോണിക് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ല എന്ന പേര് മാത്രം എന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇതേ വർഷം തന്നെയാണ്, അതായത് 2017 തന്നെയാണ് ടെസ്ല മോട്ടോഴ്സ് എന്ന പേര് മാറ്റി ടെസ്ല INC എന്ന പേര് ഇവർ സ്വീകരിക്കുന്നത്. വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. 2021 ആയ സമയത്ത് 10 ലക്ഷം യൂണിറ്റുകളാണ് മോഡൽ 3യുടേതായിട്ട് വിറ്റഴിയുന്നത്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വിറ്റഴിയപ്പെട്ട ഇലക്ട്രോണിക് വെഹിക്കിളായി ഈ മോഡൽ 3 മാറുകയാണ്. അത്രയും കാലം ഇത്രയധികം യൂണിറ്റുകൾ വിറ്റഴിഞ്ഞ മറ്റൊരു ഇലക്ട്രിക് കാറും വിപണിയിൽ വന്നിട്ടില്ല. ടെസ്ലയുടെ കാറുകൾ എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു, നല്ല രീതിയിൽ വിറ്റഴിയപ്പെടുന്നു. 2020 ആയപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത മോഡൽ വരികയാണ്. മോഡൽ Y എന്നായിരുന്നു ആ മോഡലിന്റെ പേര്. 2020 മാത്രം 5 ലക്ഷം യൂണിറ്റുകളാണ് മോഡൽ Yയുടേതായിട്ട് വിറ്റഴിയപ്പെടുന്നത്. അതുകൂടാതെ തൊട്ടടുത്ത വർഷം 2021 ഒക്ടോബർ ആയപ്പോൾ $1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായി ടെസ്ല മാറുകയാണ്. അതായത് അമേരിക്കയിൽ തന്നെ 6ാമതായിട്ടാണ് ഒരു കമ്പനി ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. $1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി ടെസ്ല മാറുകയാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ EV മാർക്കറ്റ് ഷെയറിന്റെ 2/3 ടെസ്ലയ്ക്ക് അവകാശപ്പെടാനുള്ളതാണ്. 2021 ഏപ്രിൽ മാസത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,10,000 ആളുകൾക്കാണ് ടെസ്ല എന്ന് പറയുന്ന കമ്പനി ജോലി നൽകുന്നത്. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ കമ്പനി തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ 2008 ഇലോൺ മസ്ക് അതിന്റെ CEO സ്ഥാനത്തേക്ക് വരുന്നത്. ആ സമയത്ത് ഇലോൺ മസ്കിനും അമേരിക്കയ്ക്കും പ്രതിസന്ധി തന്നെയായിരുന്നു. ലോകമാകമാനം സാമ്പത്തിക മാന്ദ്യമായിരുന്നു. ഇലോൺ മസ്കിന്റെ വ്യക്തി ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ചെറിയ ചെറിയ നീക്കങ്ങളിലൂടെ തൻ്റെ കമ്പനിയെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടത്തി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിന് കിട്ടിയ ഒരു റിവാർഡ് തന്നെയായിരുന്നു ഈ ഒരു വിജയം എന്ന് പറയുന്നത്. കാരണം തൻ്റെ കയ്യിലുണ്ടായിരുന്ന നിക്ഷേപങ്ങളെല്ലാം വിറ്റുകൊണ്ട്, കടം മേടിച്ചുകൊണ്ട് കടക്കുക എന്ന് പറയുന്നത് ധീരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. പൊളിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഇതുവരെ ഉണ്ടാക്കിയ സാമ്രാജ്യം മുഴുവൻ കൂപ്പുകുത്തുന്ന ഒരവസ്ഥയിൽ പോലും എത്തിയേക്കാം. എങ്കിലും അദ്ദേഹം ധൈര്യപൂർവ്വം ആ ശ്രമം നടത്താൻ വേണ്ടി തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കും ഇത്രയും വലിയ ഒരു വിജയം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് പറഞ്ഞിട്ടുള്ളത് ടെസ്ല മോട്ടോഴ്സ് അല്ലെങ്കിൽ ടെസ്ല എന്ന കമ്പനിയുടെ വളർച്ചയുടെ ചില കാര്യങ്ങളാണ്. വളരെ ചുരുക്കി പറയാനാണ് ഇന്ന് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.